ഹായ് ഓൾ, അസ്സാം വലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മുറ്റടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് അടിച്ചിട്ടില്ല, അത് ഞാൻ മിന്നുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഫ്രണ്ടിൽ മാത്രം ഞാനൊന്ന് അടിച്ചു വാരിയിട്ടുണ്ട്. അടിച്ചു വാരലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ല. ഇന്ന് കുറച്ച് ബിസി തന്നെയാണ്. അപ്പോൾ എന്തെന്നല്ലേ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ലതാ ഫ്ലവറെല്ലാം നോക്കിയിട്ട് തന്നെ നമ്മൾ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പണിയെല്ലാം തുടങ്ങാം. എന്തെങ്കിലും ഇന്നലെ കുറച്ചോ ബന്ധമരുന്ന് അങ്ങനത്തെ എല്ലാം ഓർഡർ ഉണ്ടായി ഞങ്ങൾക്ക്. ബന്ധമരുന്ന്, പ്രോട്ടീൻ പൗഡർ, ഇങ്ങനെ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടായി ഓർഡർ. അപ്പോൾ ഇതെല്ലാം ഞാൻ ബോട്ടലിലാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിന്. റെഡിയാക്കിയതുമല്ല, അതിൻ്റെ കുറച്ച് ഡെലിവറി ആക്കിയിട്ട് ആയിന്നറിഞ്ഞാൽ. അപ്പോൾ അതിന് മുമ്പ് ഞാനിതാ എല്ലാം ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വെക്കുന്നുണ്ട്. നമ്മളെ തന്നാസ് കിച്ചൻ്റെ ആ ഒരു സ്റ്റിക്കറെല്ലാം ഇങ്ങനെ ഒട്ടിച്ചിട്ട് കാണുമ്പോൾ എന്തോ ഒരു ഇതല്ലേ. എൻ്റെ മനസ്സിലേക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ മാഷാ നമ്മൾ ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും മേങ്ങിയിട്ട് നല്ല അഭിപ്രായം, നല്ല നല്ല കമൻസും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അല്ലേ മാഷാ പറയാതിരിക്കാൻ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊരു കാര്യം ചെയ്തിട്ടില്ല, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന്, എല്ലാവർക്കും ഭയങ്കര ലൈക്കായി, അങ്ങനെ ഇങ്ങനെ നല്ല ചെല്ലുമ്പോൾ അത് എന്തോ ഒരു സന്തോഷമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. മാഷാ അങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഇനിയും മുന്നോട്ട് പോകാൻ പഠിച്ചോ വിധി കൂട്ടട്ടല്ലേ. എല്ലാവരും ദുആവും വേണം, സപ്പോർട്ടും വേണം, സ്നേഹവും വേണം, എല്ലാം വേണം. ഇങ്ങനെ നമുക്ക് കുറേ കൊല്ലം മുന്നോട്ട് പോകണം അല്ലേ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാത്തിൽക്കും ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വിൽക്കുന്നുണ്ട്. സ്റ്റിക്കറെല്ലാം തീർന്നുകൊണ്ട് വന്ന് ഇൻഷാ അല്ലാഹ് ഇനി പെരുന്നാളിലാകുമ്പോൾ സ്റ്റിക്കറെല്ലാം അടിക്കണം. ഇനി നമുക്ക് ചിലപ്പോൾ ഈ സ്റ്റിക്കർ മാറും, എന്നല്ലെങ്കിൽ നമ്മളെ എംബ്ലോ ഇല്ല, മറ്റേ ഇപ്പോഴത്തെ എംബ്ലോ അതുപോലെ തന്നെ ആക്കാമെന്ന് വിചാരിക്കുന്നത്. നോക്കട്ടെ ഇൻഷാ അല്ലാഹ് എങ്ങനെയല്ല ഒന്ന്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ ബോട്ടിലെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ബന്ധമരുന്നിനേക്ക് ഉള്ളതും പ്രോട്ടീൻ പൗഡറിലേക്കുള്ളതാ ഈ ഒരു എംബ്ലോ ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ. അപ്പോൾ അതിന് മുമ്പിൽ ഇന്നലെ ഉണ്ടാക്കിയ ബന്ധമരുന്നല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ഞാൻ ബന്ധമരുന്നിൻ്റെ ഐറ്റംസ് എല്ലാം അരിച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാൻ്റെ പാല് റെഡിയാക്കുന്നുണ്ട്. അന്നേരം ഞാനിത് മിക്സിയിൽ ഇട്ടിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഗ്രൈൻഡറിലോട്ട് ഇടലാന്ന്. ഈ ഗ്രൈൻഡറിനെ കുറിച്ച് കുറേ ആൾ ചോദിച്ചതിന് ഇടുന്നതെല്ലാം അത് നമ്മളോടുന്ന് പറയുമോ നാക്സ് എന്നാണ് മിങ്ങിയ കാസർഗോഡിൽ നിന്ന് എൻ്റെ ആളമ്മ ഗിഫ്റ്റ് തന്നതാണ്. പണ്ട് പരിപാടിയായ പാട് അങ്ങനെ ബന്ധമരുന്നെല്ലാം റെഡിയാകുന്നുണ്ട്. അതിലേക്ക് ചക്കരയും നെയ്യും പിന്നെ തേങ്ങെണ്ണയും എള്ളെണ്ണയും എല്ലാ ഐറ്റംസും ഇടണം. ചക്കര, വെല്ലം, തേങ്ങെണ്ണ, എള്ളെണ്ണ, നെയ്യ്, പിന്നെ എന്തെല്ലോ ഉണ്ട്, പേരറിയാത്ത സംഭവങ്ങളെല്ലാം ഇടാനുണ്ട്. അങ്ങനത്തെ എല്ലാം ഇട്ടിട്ട് അതിന് ശേഷം ഇല്ലേ അതൊന്ന് തളിച്ചിട്ട് നല്ല പാങ്ങല വരുമ്പോൾ നല്ല തേങ്ങാൻ്റെ പാല് കട്ടിപ്പാലെല്ലാം കൂട്ടണം പറഞ്ഞതിന്. അതെല്ലാം കൂട്ടിയിട്ട് തളിച്ചിട്ട് ഇങ്ങനെ കയ്യാകെല്ലാം പൊട്ടിത്തെറിച്ചിട്ട് അങ്ങനെ അനർത്ഥമെന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് പ്രോട്ടീൻ പൗഡറിൻ്റെ റിവ്യൂ കേട്ടിട്ട് വരാം. ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോയി ഓർഡർ കഴിഞ്ഞ് അധികം തന്നെ എടുത്താന്നുള്ളൂ മേങ്ങൽ. ഞങ്ങൾക്ക് നീ കൊടുത്തേച്ചില്ല ഇങ്ങോട്ടേക്ക് പ്രോട്ടീൻ പൗഡർ, അത് ആയി തീർന്നേക്ക് നല്ല കോണായിരുന്നു എൻ്റെ മോനിക്ക്. മാഷ നല്ല മാറ്റം കണ്ടിന്, നല്ല ഓന് മടിച്ചാൽ വെറും തിന്നുന്നില്ല. മുട്ട അത് പ്രോട്ടീൻ്റെ ഉള്ള മുട്ട പൂങ്ങിയതാ, മുട്ട ചെയ്ത കറീൻ്റെ ഇതാ, എന്തോന്ന് മുട്ട തിന്നാത്ത കിടാത്, പാല് കുടിക്കുന്നില്ല, അങ്ങനത്തെ ഒരു കിടാകണ്ടേ. ഞാൻ ഇതിനെന്നെ കൊടുക്കല്. ഇപ്പോൾ പാലിലേക്ക് പോലും ഓന് ഇതിലിട്ട് കുടിക്കുന്നില്ല. ഞാൻ സ്പൂണിൽ തന്നെ കൊടുത്തോണ്ടേ ഇനി പറഞ്ഞില്ലേ രാവിലെ രാത്രി സ്പൂണിൽ തിന്നാൻ പ്രശ്നമില്ല. അങ്ങനെ തിന്നാൻ കൊടുത്തോണ്ടേ അതിനെ ഓരോരോ സ്പൂണ് രാത്രി രാവിലെ. നല്ല മാറ്റം കണ്ടിന് എനിക്ക് ബാണോക അത് നല്ല മാറ്റങ്ങൾ ഞാൻ ഇന്ന സത്തിനോട് ചെയ്യുന്നുണ്ട്. ഈ പ്രോട്ടീൻ പൗഡർ കുടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ മാഷാ കിടാൻ നല്ലൊരു എനർജി ഉണ്ട്. രാവിലെ എനിക്ക് മാഷാ നല്ല എനർജി. നീ ഒന്ന് പറഞ്ഞില്ലേ നല്ല മാറ്റം കണ്ടിന് എനിക്ക്. ഞാൻ ഇന്നെ പറയുന്നുണ്ട് അത് തീരാനായി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ചെല്ലണമെന്ന് എന്നിട്ട് അത് ഇന്നേക്ക് തീർന്നത് പൊടി വെറുതെ തിന്നതിന് ഒരു സ്പൂൺ തന്നെ വേറെ ഇതാക്കല്ല രാവിലെ. മാഷാ അല്ലാഹ് ഈ പ്രോട്ടീൻ പൗഡർ കൊണ്ടുപോയിട്ടില്ല എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല ഒരു എനർജി ഫീലാണ്. രാവിലെ എനിക്ക് മുന്നേ നെല്ലിട്ട് പുള്ളന്മാർക്കായും വലിയ ആൾക്കായും പ്രഗ്നൻറ്റിനായും ആർക്ക് വേണമെങ്കിലും, ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക്, ബേസന്മാർക്ക്, ഇന്നാൾക്ക് നെല്ലിട്ടില്ല ആർക്ക് വേണം കഴിക്കാം. പിന്നെ ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്കെങ്കിലേ ഈ ബന്ധമരുന്നിൻ്റെ കാര്യമല്ല പറയുന്നത്, പ്രോട്ടീൻ പൗഡറിൻ്റെത്. ബന്ധമരുന്ന് പ്രസവിച്ച പെണ്ണുങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ പ്രോട്ടീൻ പൗഡറില്ലേ നമ്മൾ ഈ ചെറിയ 6 മാസം 7 മാസം കഴിഞ്ഞ പുള്ളന്മാരില്ലേ
ഓർക്ക് ഓർ കൊടുക്കുന്ന കുറുക്കില്ല, ആ കുറുക്കിലേക്ക് ഒരു അര സ്പൂൺ ഇട്ടിട്ട് കൊടുക്കുക. ആ കുറുക്കിലേക്ക് അര സ്പൂൺ തന്നെ, ചെറിയ ബേബിക്ക് അര സ്പൂൺ മതി. എന്നിട്ട് നേരെ പുറത്തെല്ലാം പോകുന്നതെന്നെല്ലാം നോക്കിയിട്ട് ചെക്കാക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ 2 സെയിൻറ്റ് നേരെ കൊടുക്കുക. ഓരോരോ കുഞ്ഞുങ്ങൾക്കില്ലേ പുറത്ത് പോകുമ്പോഴൊക്കെല്ലാം ഒരു ബുദ്ധിമുട്ടാണ്. ഓരോരാൾക്ക് സാധാരണ കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല. ഓരോരോ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ഉണ്ടെങ്കിലാന്നിട്ട് ആരും പറഞ്ഞിട്ടില്ല മാഷാ അല്ലാഹ് ഇതുവരെ. ഞാൻ എൻ്റേതായ ഒരു അഭിപ്രായം പറയുന്നത് 2 ദിവസം പുറത്തെല്ലാം പോകുന്ന നേരെ നോക്കിയിട്ടായിട്ട് വെലോട്ട് നേരെ കൊടുക്കുക അറിഞ്ഞാൽ. അതെന്താ പറയുക സംഭവം, പണ്ട് എൻ്റെ മോനിക്കില്ലേ മിതാത് ചെറുപ്പത്തിലുണ്ടാകുമ്പോൾ ഓനിക്ക് ഞാൻ കുറുക്ക് കൊടുക്കുമ്പോൾക്ക് 6 മാസത്തിലല്ലേ നമുക്ക് കുറുക്ക് കൊടുക്കാൻ സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ കുഞ്ഞല്ലേ എന്ത് കൊടുത്തറ ഏത് കൊടുത്തറ ലാസയിൽ ഇങ്ങനെ ഒരു ഇതാക്കുന്നില്ലേ നമ്മൾ. അങ്ങനെ ഞാനില്ലേ ഫസ്റ്റ് തന്നെ എനിക്ക് എന്താ പറയുക കൊടുത്ത നെസ്റ്റം ഷോപ്പിൽ നിന്ന് മേങ്ങിയിട്ട് മെഡിക്കലിൽ നിന്ന് മേങ്ങിയിട്ട് അതിനെ കുറുക്കിയിട്ട് കൊടുത്ത് ബെസ്റ്റ് കൊടുത്തിട്ടില്ല. നല്ല കുറച്ചൊരു കട്ടിയിൽ തന്നെ ഉണ്ടായിന്. അത് കൊടുത്തിട്ടില്ല. അന്ന് കൊടുത്തിട്ടായിട്ട് രാവിലെ എന്താ കൊടുത്തു. വൈകുന്നേരം കുഞ്ഞ് ഭയങ്കര കരച്ചലെന്നില്ലെങ്കിലേ പടക്കുന്ന അങ്ങനത്തെ ഒരു കരച്ചിൽ. അങ്ങനെ ഹോസ്പിറ്റലിലേക്കെല്ലാം കൊണ്ടുപോയിട്ട് എടുക്കപ്പോൾ കൊണ്ടുപോയത് അമീത ഡോക്ടർക്ക് അങ്ങനെ എന്തോ കൊണ്ടുപോയത്. ഡോക്ടറിൽ ഇത് കുടലെല്ലാം എന്തോ ഇതായിട്ടുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്തോ ഞാൻ പേടിച്ചിട്ട് കരിഞ്ഞിട്ടാ അങ്ങനെ അറിയില്ല. എന്നിട്ട് ഇത് സംഭവം എന്താ പറയുക, ഡോക്ടർ ഒരു മരുന്ന് തന്നു, ഇതിൽ പുറത്ത് പോയില്ലെങ്കിൽ സ്കാനിങ് എടുക്കണമെന്നല്ലേ. എന്നിട്ട് അത് കുടിച്ചിട്ടായിട്ട് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ അതിൽ കിടാവ് പുറത്ത് പോയി. ഇത് സംഭവം എന്താ പറയുക, ഞാൻ നെസ്റ്റം കൊടുത്തിനാഞ്ഞ് 9 മാസത്തെ കിടായിൻ്റെ ഇതില്ലേ 6 മാസത്തെ കിടായിന് കൊടുത്തത്. അതുപോലെ ഞാൻ കുറുക്ക് വെച്ച കട്ടിയായിട്ടുണ്ടായിന്. അങ്ങനെ കൊടുത്തോണ്ടാണ് കട്ടിയായിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാൻ കഴിയാത്തത്. അപ്പോൾ അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ടാകുന്നു കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ. അപ്പോൾ ഞാൻ എന്താക്കണം അറിയാം, ഒരിക്കൽ എന്തെങ്കിലും ഫസ്റ്റ് ഫുഡ് കിടാക്കൊക്കെ കൊടുക്കുമ്പോൾ ഇല്ലേ കുറച്ച് വെള്ളമാക്കിയിട്ട് തന്നെ കൊടുക്കണം. ഞാൻ ഫസ്റ്റ് അറിയാത്ത ടൈമിൽ നമുക്ക് അപ്പെല്ലാം ഒരു ചെറിയ പ്രായമല്ലേ, അപ്പം അറിയുന്നില്ല. അങ്ങനെ ആകുമ്പോഴേക്കില്ലേ എന്ത് കൊടുക്കണ്ടേ ഏത് കൊടുക്കണ്ടേ എങ്ങനെയാവും എന്ത് നമുക്കറിയാം വലിയൊരിതാണെന്നില്ല. ഒരു 10, 17, 18 വയസ്സിലല്ലേ അപ്പെല്ലാം മംഗലം കഴിഞ്ഞിട്ട് അപ്പനെ പറ്റിയിട്ട് പോയി 4-5 കിടാക്കായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ 25 വയസ്സായെങ്കിലും ചെറിയ കുഞ്ഞിന്നല്ലേ ചെല്ലുന്നല്ലേ. അപ്പല്ലേ അല്ലോ എന്തൊരു കഥ. അങ്ങനെ എന്നിട്ട് അങ്ങനെ ലൈറ്റില്ലേ പയ്യെ അപ്പം ഇല്ല ഞാനിങ്ങനെ അപ്പം മെയിൻറ്റിൽ നോക്കണ്ടേ നേരെ ഈ കുഞ്ഞിക്ക് ഞാൻ കൊടുക്കുന്നത് എത്ര മാസത്തതൊന്നുമില്ല. ഞാനൊരു വായിച്ചിട്ട് വരെ നോക്കിയിട്ട് അങ്ങനത്തെ പൊട്ടത്തിയാണ് ഞാൻ അറിയാം പണ്ട് ഞാൻ. പിന്നെ ഇപ്പോൾ ഞാൻ മെഡിക്കലിൽ നിന്ന് മേങ്ങുമ്പോൾ ഇല്ല എത്ര വയസ്സിനുള്ളത് എത്ര മാസത്തേക്കുള്ളതിട്ട് നേരെ ചെക്കാക്കിയിട്ട് മേങ്ങിയിട്ട് നോക്കിയിട്ട് ഒരുന്ന ഫുഡ് കൊടുത്തിട്ട് അത് പുറത്ത് പോയതിന് ശേഷം നേരെ കണ്ടിന്യൂ ആക്കിയിട്ട് കൊടുക്കല എന്നല്ല ഞാൻ. അങ്ങനത്തെ എല്ലാ കഥയാണ്. പുള്ളന്മാർ ഇതല്ലേ എന്ത് ചെയ്തെന്നോ നമുക്കറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ 1/2 സ്പൂൺ കുറുക്കിൻ്റെ ഒക്കെ മിക്സ് ആക്കിയിട്ടായിട്ടില്ലേ പുറത്ത് പോയാന്നല്ല ചെക്കാക്കിയിട്ട് അതിന് ശേഷം പിന്നെ കണ്ടിന്യൂ ആക്കിയാൽ മതി. പിന്നെ ഇത് സംഭവമില്ല നല്ലതല്ലേ, അല്ല കാഷ്യൂ പിസ്ത ബദാം സെർനട്ട് വാൾനട്ട് അങ്ങനത്തെ എന്തെല്ലാം സംഭവം ഇട്ടിട്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ ഹെൽത്തിന് എന്തായാലും നല്ലതാണ്. അപ്പോൾ കുറേ ആൾ കൊണ്ടുപോയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ഈ പ്രോട്ടീൻ പൗഡർ നിങ്ങൾക്ക് അടുക്ക് സേലാക്കാന്തി അങ്ങനെ ആക്കാന്തി ഇങ്ങനെ ആക്കി കുറേ ആൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ മാഷാ അല്ലാഹ് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നെ പോകുന്നുണ്ട് പുരയിൽ വെച്ചിട്ട് തന്നെ നല്ല ചേൽക്കെ. അപ്പോൾ ബിസിയെല്ലാം കുറേ അങ്ങോട്ട് പോയല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിട്ട് ഞാനിതാ പ്രോട്ടീൻ പൗഡറെല്ലാം ഇട്ടിട്ട് വെച്ചതിന് ശേഷം ഇല്ലേ എൻ്റെ ഏട്ടത്തിൻ്റെ മോൻ്റെ സുന്നത്ത് മംഗലം ഉണ്ടിന്ന്. അങ്ങനെ അടുത്തേക്കില്ലേ ഉച്ചക്കുള്ള നെയ്ച്ചോറ് വെറും ചോറ് മീൻകറി ചിക്കൻ കറി പച്ചക്കറി അതെല്ലാം ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. അങ്ങനെ ഞാനതെല്ലാം റെഡിയാക്കിയിട്ടായിട്ടില്ല അടുത്തേക്ക് പോയിട്ടുണ്ട്. പരിപാടി രാത്രിയാണ്. ഉച്ചക്ക് നമ്മൾ പള്ളിയിൽ കൊണ്ടുപോകുന്ന വെള്ളിയാഴ്ച ഇത് പരിപാടി നടന്നതിന് പള്ളിക്ക് പോകുന്ന ടൈമിന് നമ്മൾ എല്ലാവരും ഫാമിലി എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എപ്പോഴും ലേറ്റ് അല്ലേ എന്നില്ല എനിക്കത്തെ അവസ്ഥ. ഫുഡെല്ലാം നമുക്ക് പള്ളിക്ക് പോകുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ട്. ലേറ്റ് എന്ന് പറയാനായിട്ടില്ല എന്നാലും അങ്ങനെതാ അളിയ പള്ളി നല്ല കഴിഞ്ഞിട്ട് വന്നിട്ടായിട്ട് എല്ലാം ഒരു പരിപാടി ആകുമ്പോൾ എല്ലാ ഒരുക്കങ്ങളെല്ലാം നടത്തണ്ടേ. ഫാന് ഫിറ്റിങ്സ് എല്ലാം സെറ്റാക്കുന്നുണ്ട്. അങ്ങനെ ആക്കുന്നത് ഇങ്ങനെ ആക്കുന്നതെല്ലോ പണികളുണ്ട്. പുറത്ത് പന്തൽ കാര്യങ്ങളെല്ലാം സെറ്റാകുന്നുണ്ട്. അപ്പോൾ നമ്മളെ പെണ്ണുങ്ങളെ പണി എന്ത് ഡ്രസ്സാക്കുക, ഡ്രസ്സിനെങ്ങനെ അടിപൊളിയാക്കാൻ നോക്കുക നല്ല അവസ്ഥ ചെല്ലണക്കത്തെ അവസ്ഥയിലില്ലേ. ഇങ്ങനെ എല്ലാം റെഡി ഇട്ടിട്ട് നീ ആ ചേലായിന ഞാൻ ആ ചേലായിന ഓളാ ചേലായിന എന്നിട്ട് എല്ലാം നോക്കുന്നുണ്ട്. ഫ്രഷ് ജ്യൂസ് എല്ലാം പുറത്ത് സെറ്റാകുന്നുണ്ട്. അപ്പോൾ അളിയാൻ്റെ ഫാമിലി ഒരു റൂമിൽ നമ്മളെ ഫാമിലി ഒരു റൂമിലെല്ലാം സെറ്റാകുന്നുണ്ട്. അപ്പോൾ ബുർദൻ്റെ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. അതിന് ബുർദ മഗ്‌രിബ് നിസ്കാര ശേഷമൊക്കെ നടക്കുന്നുണ്ട്. മഗ്‌രിബ് നിസ്കാരം പൈസ എന്ന് ഓർമ്മയില്ല ശരിക്കും. അങ്ങനെ അപ്പോൾ
അങ്ങനെ പുതിയാപ്പിളെല്ലാം ഒരുങ്ങിയിട്ടായിട്ടുള്ളമാരെല്ലാം ഒരുങ്ങിയിട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഫാമിലിയിൽ അധികം ഫങ്ഷൻ തന്നെയാണ്. നമ്മളെ ഫാമിലിയിലല്ലേ ഒരു വക എല്ലാം ഫാമിലി മെമ്പേഴ്സ് തന്നെ കൂടുതലാണ്. അതെല്ലാം ചെറിയ ചെറിയ പിള്ളേഴ്സും വലുതും ചെറുതും എല്ലാം എനിക്കെല്ലാം ഉണ്ട്. ഇനി മംഗലം കഴിയാനുള്ളതും അങ്ങനെ ഇങ്ങനെ കുറേ ഉണ്ട്. പിന്നെ സുന്നത്തിനുള്ളതുണ്ട്, മംഗലത്തിനുള്ളതുണ്ട്, ജീരണിക്കുള്ളതുണ്ട്, എൻഗേജ്മെൻറ്റിനുള്ളതുണ്ട്, എല്ലാ സൈസിലുള്ളതും മാഷാഅല്ലാ നമ്മളതിലുണ്ട്. അറിഞ്ഞാൽ ഇപ്പം എല്ലാം ഇത് ഏട്ടത്തിൻ്റെ വലിയ മോളാണ്, കോഴിക്കോടാണ് അവൾ പഠിക്കുന്നുണ്ട്. അതിന് അങ്ങനെ ഓൾ ഇന്നലെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് അവൾ തന്നെ അപ്പാൻ്റെ മോള് കസിനാണ്. പിന്നെ അതെല്ലാവരും നല്ല വിഷയത്തിലുണ്ട്. ഇത് അവൾ തന്നെ മച്ചുൻ്റെ ഒരു മോള്, അപ്പുറത്തുള്ളത് മച്ചുഞ്ചിൻ്റെ ഒരു മോള്. അതായത് പിന്നെ എല്ലാവരും നല്ല ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇല്ലേ പിന്നെ ചോറും സംഭവങ്ങളെല്ലാം വെക്കുന്ന എടുക്കുന്ന ആൾ വരുന്ന അങ്ങനത്തെ എല്ലാമാണ്. അപ്പോൾ പിന്നെ എല്ലാവരും റെഡി ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ബിസിയം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട് പേരെന്ത്, എത്രയിൽ പഠിക്കുന്നത്, നീ ആരമ്പോള് നല്ല വെറുതെ ഇങ്ങനെ ചോദിക്കലാന്ന്. അപ്പോൾ അതാ ഫ്രഷ് ജ്യൂസും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റാകുന്നുണ്ട്. അപ്പോൾ ബുർദ കഴിഞ്ഞിട്ടായതിനു ശേഷമാണ് പിന്നെ പാട്ട് സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അപ്പോൾ ഓളെ ഒരു മോന് ഇവിടെ ഇതിന് പഠിക്കുന്നുണ്ട്, മുത്തല്ലിമിന് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഓളെ പഠിക്കുന്നതിൻ്റെ ഉസ്താദുമാറും കാര്യങ്ങളെല്ലാം വന്നിട്ട് ബുർദെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷമാണ് പിന്നെ പാട്ടും സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങൾ കഴിഞ്ഞിട്ടായതിനു ശേഷം പിന്നെ ഫുഡ് അടിയല്ലേ. അങ്ങനെ ഫുഡിൻ്റെ അടുത്തേക്കെല്ലാം നമ്മളിങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ടാക്കിയതല്ല, എല്ലാം പുറത്തുനിന്ന് കൊടുന്നതാന്ന് പറഞ്ഞാൽ ചെറുങ്ങനെ സ്ഥലത്തിനൊരു ബുദ്ധിമുട്ടുണ്ട്. സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എല്ലാം പുറത്തുനിന്ന് കൊടുന്നത്. പക്ഷേ ഇപ്പുറത്ത് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടോണ്ടില്ല മാഷാഅല്ലാ, സ്ഥലം ഇല്ലാത്ത സംഭവമേ അറിഞ്ഞിരുന്നതാ. വലിയൊരു ഗ്രൗണ്ട് ഉണ്ടായിന്, അതിൽ ഫുള്ള് പന്തലിട്ടിട്ട് നല്ല മജ ഉണ്ടായിന്. അറിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് കൂടുമ്പോൾ പിന്നെ മജ തന്നെയല്ലേ, പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഉള്ള ഫ്രണ്ട്സ്, കളിയാൻ്റെ ഫ്രണ്ട്, മക്കളെ ഫ്രണ്ട്സ്, പിന്നെ നമ്മ ഫാമിലീസ് എല്ലാവരും കൂടിയിട്ടാകുമ്പോൾ ഒരു ഗൗജി തന്നെയല്ലേ. അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടതിന് ശേഷം പിന്നെ നമ്മളാണ് ലാസ്റ്റ് കഴിച്ചത്. ലാസ്റ്റല്ല, ഇടയിലെന്തോ നമ്മൾ കഴിച്ചിന്. അപ്പോൾ ചിക്കൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ കച്ചമ്പർ, പായസം, പൊറോട്ട, വെള്ളപ്പം, ഇടിയപ്പം, ബീഫ് കറി, ചിക്കൻ കറി, വെറുംചോറ്, മീൻ കറി, അങ്ങനെ എന്തല്ലോ പച്ചക്കറി ഐറ്റം മസാല എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ടേസ്റ്റി ഫുഡായി. നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ആക്കിയതാണ്. പക്ഷെ പുറത്തുനിന്ന് ഓർഡർ ആക്കിയ പോലെയല്ല, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ചോറെല്ലാം കുറേ ബാക്കിയായിട്ട് എല്ലാവർക്കും കൊടുത്തു വിട്ടതാണ്. ഓൾക്കിങ്ങനെ നമുക്ക് ഫസ്റ്റില്ലേ ഫങ്ഷൻ അവർ തുടങ്ങുമ്പോൾ ഒരു പേടിയല്ലേ, അല്ലാ തേല് അങ്ങനല്ലേ ആന്നത് അല്ലേ. പക്ഷെ മാഷാഅല്ലാ ഇത് നല്ല വാങ്ങല് തേൻ്റെ കുറേ ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം. ഷോക്ക് ഭയങ്കര സന്തോഷമായി. ബാക്കി അങ്ങ് മോശമില്ല, എല്ലാവർക്കും നല്ല വാങ്ങല കിട്ടിയല്ലോ, തേഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെ അതാ നമ്മളെ ഫാമിലീസ് എല്ലാം ഉണ്ട്. ഞാനെന്താക്കിനറിയോ, ഫസ്റ്റ് തന്നെ ഫോട്ടോയിൽ ഇട്ടിട്ട് അതിന് മാലെല്ലാം ഇട്ടിട്ട് നമ്മ അങ്ങോട്ട് പോയിന്. ഭയ്യ നമ്മ ആ ഫുഡിൻ്റെ അവിടെ പോയെങ്കിലേ വെള്ളമാനും വെക്കാനെല്ലാം ആയിട്ടാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാനേകില്ല. ഞാൻ ഫസ്റ്റ് ആളേ പോയിട്ടില്ലേ, ഞാനും മക്കളെല്ലാം നിന്നിട്ട് അതിന് ശേഷം പിന്നെ എല്ലാവരും ഓളെ ഫാമിലിയും നമ്മളെ ഫാമിലിയും എല്ലാവരും വന്നിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട്. ഈ ഒരു സുന്നത്ത് കഴിഞ്ഞെങ്കിൽ ഈ ഒരു മാല ഇടലൊരു ചടങ്ങ് തന്നെയല്ലേ നമ്മളെ കാസർഗോട്ടാർന്നല്ലേ. ഇതാണ് ഏട്ടത്തിൻ്റെ മോന്. അവൾക്ക് 4 മക്കളാണ്, 3 ആണും 1 പെണ്ണും. അപ്പോൾ ആ പെണ്ണ് വലുത്, ബാക്കി 3 ആണാണ്. അപ്പോൾ അവളാണ് കോഴിക്കോട് പഠിക്കുന്നുള്ളത്. അങ്ങനെ ഇത് ചെറിയ മോനാണ്. അപ്പോൾ ഏട്ടത്തിയും ഞാനും ഇല്ലേ ആര് കണ്ടും എൻ്റെ അനിയത്തിയാണെന്ന് ചോദിക്കലറിഞ്ഞ അവളെ ഞാൻ ഇപ്പം ഇടയിൽ കാണിക്കാം. ഒരു പകല എല്ലാവർക്കും അറിയും നമ്മളെ വീഡിയോസെല്ലാം കണ്ടിട്ട്. അപ്പോൾ അധികം ഓള് ഞാൻ നല്ല തടി ഉണ്ടല്ലോ കാണാൻ, പക്ഷെ ഓളങ്ങനല്ല, ഓള് മെലിഞ്ഞിട്ട് ഒരു ചെറുങ്ങനെ. അപ്പം അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട് അനിയത്തിയാന്ന്. മുമ്പെല്ലാം ചോദിക്കുമ്പോൾ എന്നിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടേ പ്രഷർ. ഇപ്പം അത് കേട്ടിട്ട് ഒരു ഭേദമായി. ഇപ്പം ഒരു കോമഡിയാന്ന് ആരെങ്കിലും ചോദിക്കുമ്പോഴേക്ക്. ഫസ്റ്റ് തന്നെ ഞാനിങ്ങനെ ആരെങ്കിലും അനിയത്തിന്നല്ലോ ഏട്ടത്തിന്നല്ലോ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്നെ ചെല്ലും അങ്ങോട്ട്. ഏട്ടത്തി പക്ഷെ അനിയത്തിനെ പോലെ ഉണ്ടല്ലേ, എന്നിട്ട് ഞാൻ അങ്ങോട്ടാന്ന് പറയല്. അങ്ങനെ അതല്ല ഒരു കഥ. മുമ്പെല്ലാം എന്ത് ബേജാറ്, ഇപ്പം അതിങ്ങനെ കേട്ടിട്ട് ഒരു കോമഡി ആയിട്ട് അറിഞ്ഞാൽ. അപ്പോൾ അത് ഓരോ ഫാമിലി എല്ലാം നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്, നമ്മളെ ഫാമിലീസ് എല്ലാം നിന്നിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിന്നെ ലാസ്റ്റത്തെ ഒരു കലാശക്കൊട്ടില്ലേ, പാട്ടും കളിയും ഗൗജിയും എല്ലാം. അതെല്ലാം ഒരു മജയല്ല, നമ്മളെ ഫാമിലി ഒന്നിച്ച് കൂടുമ്പോൾ ഓരോ ഫാമിലി അങ്ങനെ മാഷാഅല്ലാ ഓർത്ത് നമ്മൾ തന്നിട്ട് ഒരു വേറെ ഇല്ല. നല്ല നമ്മളായിട്ട് നല്ല മിങ്കിളാന്ന് പറയല്ലോ. ഭയങ്കര മച്ചുഞ്ചി ഇതെല്ലാം പെങ്ങന്മാറാന്ന് ഏട്ടത്തിൻ്റെ. പക്ഷെ അങ്ങനെ ഒരു പെങ്ങന്മാർ അങ്ങനെ ഇങ്ങനെ ആ ഒരു ഇതൊന്നുമില്ല, നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടില്ലേ
മഷാല്ല നമ്മളെ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെ ഒരു വേറെ അങ്ങനെ ഇങ്ങനെ ഒരു ജാടയിൽ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു ഇതിലാണ്. നമ്മൾ ഇങ്ങോട്ടും എങ്ങനെ ഉണ്ടാവും അങ്ങോട്ടും അങ്ങനെ ഉണ്ടാവും അല്ലേ. അത് ഏതൊരു ഫാമിലിയിലായെങ്കിൽ അങ്ങനെ. ഇപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പുള്ള ദിവസമെല്ലാം നിൽക്കാൻ തുടങ്ങിയത് അതെല്ലാം പുള്ളമാർ ഇത് നടുക്കളേട്ടത്തിൻ്റെ 2 മക്കൾ പിന്നെ അപ്പുറത്തിപ്പുറത്തുള്ള ഉള്ള ഫാമിലി അങ്ങനെ. അപ്പോൾ എല്ലാവരും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടായിട്ടില്ല. ലാസ്റ്റ് എല്ലാവരും പോയിട്ടായതിന് ശേഷം അളിയാവും മക്കളും എല്ലാം നിന്നിട്ടൊരു ഫോട്ടോസ് ഉണ്ട്. ഇതാണ് ഏട്ടത്തിയും അളിയാവും മക്കളും. മഷാല്ല സന്തൂർ മമ്മി സന്തൂർ പപ്പ എന്നാണ് എല്ലാവരും പറയല്ലോ അങ്ങനെ. അപ്പോൾ എന്തിപ്പാ വേറെന്ത് എന്തോ മറന്നു. എൻ്റെ വീഡിയോസിൽ എല്ലാവരും പറയലുണ്ട് അപ്പോൾ പിന്നെന്ത് വേറെന്ത് കുറച്ച് കൂടുതലെന്ന്. ഇതോളെ അനിയൻ്റെ ഓള് ഓളെ അനിയൻ്റെ ഓള് മക്കളും അങ്ങനെ. ഇതെൻ്റെ ആങ്ങളുടെ ഓളും അങ്ങനെ ഇതെല്ലാം നമ്മളെ ഫാമിലിയാണ്. ഓരോന്നോരോന്ന് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റില്ലേ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്താൽ പോരാലോ, നമുക്കൊരു കലാശക്കൊട്ടെല്ലാം വേണ്ടേ അല്ലേ. അങ്ങനെ ആ കലാശക്കൊട്ടും പാട്ടും കളിയെല്ലാം ഉണ്ടായിന് ലാസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ടൈം ഒരു 12 മണിയായി. നമ്മളെ ഭയങ്കര ടയർഡായിന്. ഞാനിപ്പോൾ ഒരിക്കൽ പോകുമ്പോൾ ഏകദേശം ഒരു 12:30 ആ ഒരു ടൈം അതിന്. രാവിലെ പിള്ളമാർക്കെല്ലാം മദ്രസ ഉണ്ട്. രാത്രി ലേറ്റായിട്ട് ഉറങ്ങി എണിക്കാൻ ഭയങ്കര മടിയാണ്. നമുക്ക് തന്നെ മടിയാണ്. പിന്നെ പിള്ളേരെ ചെല്ലിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെതാ ഇപ്പോൾ ഓരോന്നോരോ അളിയാൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 12-1 മണി എന്തോ അതിനൊന്നും തോന്നുന്നു ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവരും അപ്പുറത്ത് നിന്നിട്ട് പാട്ടും കളിയും ഗൗജിയുണ്ട്. അളിയാൻ്റെ ഫാമിലി പോകുമ്പോൾ ഏകദേശം ഒരു 2 മണി എന്തോ അതിനൊന്നും തോന്നുന്നു. ഞാൻ രാവിലെ എണിച്ചുണ്ടെങ്കിൽ നല്ല ഉറക്ക ക്ഷീണമുണ്ട്. പിന്നെ പിള്ളേരെ മദ്രസ ഇങ്ങനെ നിന്നിട്ടില്ലേ. പിന്നെ നമ്മൾ പോകാനും സമ്മതിക്കുന്നില്ല. ഓർ പയ്യെ പോവാൻ നിന്നിട്ടില്ലേ ഇങ്ങനെ നിർത്തുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് അളിയാൻ്റെ ഫാമിലിൻ്റെ ഒരു പാട്ടും കളിയും ഗൗജിയെല്ലാം ഉണ്ടായിന്. അതെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ പിന്നെ നമ്മൾ പോയതാണ്. ഈ നമ്മളെ കാസർഗോഡിലാകുമ്പോൾ ഇല്ലേ ഡെയിലി ഫംഗ്ഷൻ എന്നല്ല ഒന്നല്ലെങ്കിൽ മംഗലം അല്ലെങ്കിൽ വിരുന്ന് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടുണ്ടാകുന്നു. ഇപ്പം പിന്നെ സുന്നത്തിൻ്റെ സീസണല്ലേ. ഈ വെക്കേഷനിൽ അധികം പിള്ളമാർ സുന്നത്താക്കുന്നുണ്ടല്ലോ അല്ലേ. ഇപ്പം നമ്മൾ തന്നെയാണ് പറയുന്നത് സീസണാണ് സുന്നത്തിൻ്റെന്ന്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഫംഗ്ഷന് പോയിട്ടാണല്ലോ ഒരുമാതിരിയായി. ഇനി ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഇനി നാളെയും മറ്റന്നാളെല്ലാം ഉണ്ട് മംഗലം വിരുന്ന് ഇങ്ങനെ എന്നിട്ട് ഫംഗ്ഷന്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു അജ്ജ് പേരുന്ന വരാനായില്ലേ അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ടാവും ഫംഗ്ഷൻ. ഇതാണ് സംഭവം. അപ്പോൾ പുതിയാപ്പിള ചെക്കൻ്റെ മാലയും കാര്യങ്ങളെല്ലാം കാണണ്ടേ. പിള്ളമാർക്ക് ഭയങ്കര സന്തോഷമാണ് സംഭവമല്ലേ ഇത്. ഈ മാലയോ എല്ലാം ഇട്ടിട്ട് കോട്ടും സൂട്ടും എല്ലാം ഇട്ടിട്ട് അടിപൊളിയിലെ നിർത്തുന്നത് അല്ലേ. അപ്പോൾ അതാ പുതിയാപ്പിള പള്ളിക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരുക്കങ്ങൾ. പപ്പാവും ആപ്പാമാറും ചാച്ചാവും എല്ലാവരും കൂടിയിട്ട് നല്ല തേങ്ങാപ്പാലും കാര്യങ്ങളെല്ലാം തേച്ചിട്ടില്ലേ. ഫാമിലിയിലുള്ള എല്ലാവരും തേങ്ങാപ്പാലും കാര്യങ്ങളെല്ലാം തേച്ചിട്ട് അതിന് ശേഷം നല്ല പാങ്ങനെ കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് പള്ളിക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. അതിന് മുമ്പുള്ള സംഭവമാണിത്. നല്ല കന്തൂറും കാര്യങ്ങളെല്ലാം ഇട്ടിട്ടില്ലേ. എല്ലാവർക്കും ഷെയ്ക്കാനും കൈയെല്ലാം കൊടുത്തിട്ട് മോന് പോവാങ്ങിന്ന് വെള്ളിയാഴ്ചയാണ് അവന് പള്ളിയിൽ കൊണ്ടുപോയത്. അങ്ങനെ പാട്ടും കളിയും ദഫും എല്ലാം ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.